ഹായ് മുത്തുമണികളെ, അസ്സലാമു അലൈക്കും. ഇന്ന് കല്യാണത്തിൻ്റെ തിരക്കാട്ടോ. ഫുൾ വ്ളോഗായിട്ടാണ് ചെയ്തിരിക്കണത്. എല്ലാവരും സ്കിപ്പ് അടിച്ചാതെ ലൈക്കുമ്പോൾ തൊട്ട് കണ്ടാണ് കണ്ടു തുടങ്ങിക്കോളി കേട്ടോ. കല്യാണ പുടവ വേണം, മുല്ലപ്പൂ പന്തലു വേണം, 4 നിര കുരവയിടണം, നാദസ്വരമേറെ വേണം. മാറ്റിക്കോളി മാറ്റിക്കോളി. കല്യാണത്തിന് പോണ്ടേ മക്ക്. അപ്പൊ കല്യാണത്തിന് പോണ തിരക്കിലാട്ട മക്കളെ. ഇവിടെ കല്യാണം ഉണ്ട്. മിന്നുമ്മയും പൊന്നുമ്മയും സുന്ദരി അയക്കണ്. കൺമശി പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് താത്താട്ടോ. താത്തയാണ് മാറ്റല്. താത്താന്റെ കുളി നനയൊന്നും കഴിഞ്ഞിട്ടില്ല. ഓലാണ് മാറ്റിയിട്ട് കുളി നന കഴിച്ചു കരുതിക്കാണ്ട്. എത്ര പൗഡർ ഒന്നായിട്ട് പാരി തേച്ചിക്ക ഷെയ്മോളെ. പൊന്നൂസേ, എന്താ ഇങ്ങനെ പൗഡർ ഇട്ടിക്കണ്? എന്താ പൗഡർ ഇട്ടിക്കണ ഇങ്ങനെ? ലിനുമാക്ക് ഇട്ട് കൊടുത്തില്ലേ? ഇജെടുക്കാ പോണോ? മിന്നുസേ, ആരാണോ? പേരാണാനോ? ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? മെയ്തുവോ പേരാണാൻ വന്നിക്കണല്ലോ. ഈ അതൊക്കെ മാറ്റിച്ച വെച്ചാന്നാല് ഞാൻ പോവാ. പേരാണാൻ വന്നിക്കാണല്ലോ. ഇന്ന് പേരാണ്. അപ്പൊ നമ്മളെ റിതുവിനെ കൊണ്ടുവരാൻ പോവാണ് കാക്കൂട്ടോ. റിതുവിനെ ക്ലാസ് ഒഴിവാക്കാനാവൂല എഴുതിക്കാണ്ടേ. അപ്പൊ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് SSLC അല്ലേ. അപ്പൊ ടീച്ചറോട് വിളിച്ച് പറഞ്ഞിരുന്നു ക്ലാസ് ഒഴിവാക്കണ്ടല്ലോ കുട്ടീനെ. അപ്പൊ കഞ്ഞിങ്ങാട് കൊണ്ടുവരാൻ കരുതിക്കാണ്ടേ. ഞങ്ങളൊക്കെ മാറ്റി ഒരുക്കിയിട്ട്, പെണ്ണുങ്ങളല്ലേ, പെണ്ണുങ്ങളെ മാറ്റൽ ഇപ്പം അടുത്തൊന്നും കഴിച്ചില്ലല്ലോ. കഴിഞ്ഞിട്ടാണ് ഓനെ കൊണ്ടുവരാതോളം ക്ലാസ്സിൽ ഇരിക്കാലോ എഴുതിക്കാണ്ട്. ഷെയ്മോളെ വേഗം പോയി കുളിച്ചാ. സുന്ദരിയാൾ ഇവിടെ വന്നാണി. എന്നാ ഓ പൗഡർ. മിന്നുമ്മ ആവട്ടെ. മിന്നുമ്മ ആവട്ടെ, മുഖം നോക്കട്ടെ. സുന്ദരി പെണ്ണേ. വളി മാലയൊക്കെ അവിടെ. ഒരു കല്യാണത്തിന് ഒരു വള, ഒരു മാല. പിറ്റത്തെ കല്യാണത്തിനും അങ്ങനെ തന്നെ. ലിനുവിനെ മാറ്റി കൊടുക്കടി. ഇതൊക്കെ ഓള് കാട്ടണ ഇമേജിന്റെ ഷർട്ട് ഇട്ട് കാണ്ട്. പാമ്പേസ് ഇട്ടിട്ടില്ല കേട്ടോ. പാമ്പേസ് ഇട്ടിട്ടില്ല. ഓളിട്ടിക്കണ്. മിന്നുമ്മ ഇട്ടിട്ടില്ല. മിന്നുമ്മാനെ ഞാൻ വീഡിയോ എടുക്കാനും വേണ്ടിക്കാണ് ട്രൗസർ ഇട്ടതാണ്. നിങ്ങള് കൊണ്ടുവരി, പാമ്പേസ് കൊണ്ടുവരി. മിന്നു നോക്കിക്കണോക്കെ. ആ പൗഡർ ഒക്കെ എന്റെ മുഖത്ത് നിറച്ചു. മിന്നു വെച്ച് പോണ്ടോ കല്യാണത്തിന്? ബിരിയാണി മാമു തിന്നാന് പോണ്ടോ? ബിരിയാണി മാമു തിന്നാന് ആരൊക്കെ ബിരിയാണി മാമു തിന്നാൻ പോണു? മതി ഐശ്വര്യ റായി ആവല്. ഷൈമോള് പോയി കുളിച്ചാ. ആ ലിനുവിനെ മാറ്റി കൊടുത്താ എന്താ വിട്ട് നോക്കിക്കണു. കുന്തമ്മ കേറി. കച്ചറുണ്ടാക്കല് എല്ലാരും കൊണ്ടുപോകും കല്യാണത്തിന്. ബിരിയാണി മാമ തിന്നാൻ എല്ലാരും കൊണ്ടുപോകും. എവിടേക്കറിയതോ പോണ്ടത്? ഓനെവിടേക്കേലൊക്കെ പോണല്ലോ. അല്ലേ ഡ്രൈവറെ എവിടേക്കേലും പോവാ? കല്യാണം ഉണ്ട്. കല്യാണത്തിന് പോയിട്ട് നമ്മളെ ഡ്രൈവറാക്കി കൂട്ടിക്കണെന്ന്. ഇപ്പ നമ്മളെ ഡ്രൈവറല്ലേ അല്ലേ വണ്ടിന്റെ? ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വള കാത്തു നിന്നതാര്. എന്നാ മിന്നുമ്മ വേഷത്തി വരുന്നുണ്ട്. മിന്നുമ്മാന്റെ തലയിട്ടി കൊടുത്തണം. ചിച്ചൂസേ, ആ താത്താന് കുപ്പിയിൽ വെള്ളം നിറച്ചളാ. ചെലപ്പോ ബിരിയാണി വിളമ്പിയാലോ പറഞ്ഞാൽ മതി. ചെലപ്പോ ഒരിക്കലും വണ്ടി തിരിച്ചാലോ. പൈസ അല്ലാത്തോടക്ക് ഒടുക്കും ഇപ്പൊ പോരും. ഞങ്ങൾക്കറിയില്ലേ?
അപ്പൊ എവിടേക്കേലൊക്കെ നോക്കാം. നമുക്ക് എത്തിനെ 2 കൊമ്പൊക്കെ എലിക്കുട്ടിയാളാണ്. ഒറ്റ കൊമ്പ് മതി. നിന്നുമ്മാന്റെ തല ആർന്നോടുത്താ നിന്നുമ്മ സൂസ് ഇട്ടിക്കാണ്ട് ബീബി മീ ഞാൻ ഇവിടെ നീച്ചത് അപ്പുറത്തേക്ക് തെറിച്ചു. നമ്മള് മുടി കെട്ടിട്ട് നടക്കൂല. ഇജി കെട്ടണ്ട, വാർന്നിട്ടാ മതി. നാരങ്ങളൊന്നും വേണ്ട, സാധാ വെള്ളം മതി. ആ ബണ്ണാണ് കാലുമ്പോ തടയാ മാത്രം ബണ്ണ് നിലത്ത്. ആ ബണ്ണെടുത്തിട്ടാ ന്യൂസ് ആലോചിച്ചുണ്ടാക്കുന്നുണ്ട്. അത് വേണ്ട, താത്താന്റെ കുപ്പി എടുത്തോ. താത്താന്റെ കുപ്പി എടുത്താ മതി. ചില ദിവസം കൺമശി ഉണ്ടോ മോളെ? കുപ്പി കൊണ്ടുപോയി കിണറ്റിന് വരില്ലേ, അത് പൊട്ടിച്ചു. അതേ കുപ്പി കൺമശി ഇട്ടാന്നാണ് കണ്ണാര മക്കളെ. ഒരു കണ്ണാട ചില്ലും കൂടിയില്ല കൺമശി ഇടാന്. ആരെങ്കിലും ഒരു കൺമശി ഇട്ടാന്നാണ് ജലപാട്ടിട്ട നീന് തോന്നുന്നു വോയിസ് ഇട്ട് പാട്ടിനോ കേൾക്കുന്ന മതി. മതി. എടുത്തോളി. അതിനെ ഇടുക്കി ഒക്കെ തട്ടി. പക്ഷേ മോളെ ഇങ്ങോട്ട് ഇരുന്ന് എന്റെ ഡ്രസ്സ് നോക്കട്ടെ. എന്നാ സുബ്ഹാനി ദുനിയാവിലെ വൈരക്കെല്ലാം പൊന്നുമ്മ അഹോനിയമയറേകിയ വേദനയല്ലേ ജന്മം. ഉമ്മ പോരണില്ലേ മമ്മ എത്താറുണ്ട്. ഉമ്മ പോരണില്ലേ അല്ലേ? ആദ്യം ലൈസൻസും ഇല്ലേ? വണ്ടി പിന്നെ എടുക്കാം. അത് എവിടെ പറഞ്ഞേ? കാണിച്ചു തരാം. എവിടെയാണ് ലൈസൻസ് എവിടെയാണ്? എന്തോരൊടുക്കലും പോകല്. എവിടേക്കും പോല് വേറെ എവിടേക്കല്ലേ പോണ്? വേറെ എവിടക്കാ പോണ? മുക്കത്തെ താത്താന്റെ കല്യാണത്തിന് പോകാൻ കഴിഞ്ഞില്ല. താത്ത പറയാ പൊന്നാരെ പാത്തോ വൈകുന്നേരം ഇനി കല്യാണം എന്നോട് പറയാനും മറന്നു. ഇത് വന്നു പോയി ചോദിച്ചു. ഞാൻ വന്നിട്ടില്ല താത്ത. കുട്ടിയാക്കും വെജായും പോത്തും കുട്ടിക്ക് വെജായൊക്കെ ഇനിയായിരുന്നു. അല്ലാ നന്നായി. ഇനി എന്തേലും പരിപാടി ഉണ്ടാകുമ്പോ വിളിച്ചുമ്പോ വരുവേണ്ടിട്ടോ. താത്ത തിരക്കിലും മറന്നാണ്. ഒരുപാട് ആളുകൾ മറന്നു പോയിക്കണല്ലോ. അല്ല മടങ്ങി പോയിക്കണല്ലോ ഉച്ചക്ക് ഒന്ന് കണ്ട്. പറയാൻ മറന്നു, ശ്രദ്ധ വിട്ടുക്കുവേ. എന്നിട്ട് താത്താക്ക് ഭയങ്കര പൊറുതിയാണ്. താത്ത നിങ്ങളൊക്കെ വന്ന് മടങ്ങി പോയ ചിങ്ങ മനസ്സ് ആദ്യം ഞാൻ പറയാൻ വന്നിട്ടില്ല. ഇപ്പോഴാണ് മനസ്സിക്കൊരു സമാധാനമായത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല വൈകുന്നേരത്തെ പരിപാടി അന്തിക്കത്തെ പരിപാടി തന്നെയല്ലേ. ഞാൻ പറഞ്ഞു ഞങ്ങൾ വന്നിക്കണെങ്കിലും ഇനിയിപ്പോൾ വൈകുന്നേരം പരിപാടി ഇറങ്ങണമെങ്കിൽ അവിടെ എവിടെയെങ്കിലൊക്കെ ചുറ്റി തിറങ്ങിയാണ്ട് അന്തിക്ക് വന്നീനി. വരാൻ കഴിഞ്ഞില്ല.
അവനാൻ്റെ ലൈസൻസ് അവനാൻ്റെ പോക്കറ്റിലാണ് ഉണ്ടാവല്, അല്ലാതെ പെണ്ണുങ്ങളെ ബാഗിലല്ല ഉണ്ടാവുക. ഇത് അനങ്ങിയാ ഇന്റെ ബാഗ് തപ്പും. അതിലുണ്ടോ? ഇന്ത്യയിലുണ്ടാവും എല്ലാം, പക്ഷെ ഇന്നിപ്പോ ഉണ്ടാവില്ല. വണ്ടി പോട്ടോ, വണ്ടി അവിടെ കയറല്ലേ പറഞ്ഞാല്. പൈസ ഉണ്ടെങ്കിൽ മുണ്ടാ വന്നോളി. പൈസ നല്ല വിളിച്ചു തുടങ്ങി. അതിന്റെ ആധാർ കാർഡാണ്, ഇനിയും കൂടി തിരിച്ചറിയില്ല. അതാ പോണു, അതൊക്കെ അങ്ങോട്ടാണ് കേറി പോണു. പെണ്ണാത്താന്റെ പോവാണ് കേട്ടോ, ചീത്താരം പെണ്ണാത്ത. ചെക്കനെ ഡിസ്ചാർജ് ആക്കിയില്ലേ? മീന മിന്നെ പിടിച്ചോടുന്ന ഭൂഗോലത് പോയതല്ലേ അവിടെ ഇരുന്നു. ചെല്ലു ചെയ്യുമ്പോളെ പൊട്ടിത്തെറി മണ്ടറൊക്കെ പൊട്ടിത്തെറിച്ചെടുക്കാതെ കിറ്റങ്ങളെ റബ്ബേ പിടിച്ച പോയിക്കാണ്ട് പിടിച്ച അപ്പൊ ഇതൊക്കെ പിടിച്ചോ കിറ്റങ്ങളെയൊക്കെ പുറത്തേക്ക് വിട്ടാൽ അതിനെ വേണ്ടേ ഇതിനെ? അതപ്പ പോണു പിടിച്ചോ അതിനെ പിടിച്ചോ. ഇത് കേറിക്കൂടി. അനക്ക് എന്താ കുന്തിരിമാ? കേറി ചോറുന്ന വേഗേ ചെയ്യാ. കുറേ ആൾക്കാരുണ്ട്, ഞാൻ വിളിച്ചല്ല അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പം മുത്തുമണികളെ കല്യാണമൊക്കെ കഴിഞ്ഞ് കാണും ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കാണും എല്ലാം ഇറങ്ങിപ്പോന്നു കേട്ടോ. അപ്പോൾ ഇപ്പാൻ്റെ അനിയൻ്റെ കുട്ടീൻ്റെ മോളെ കല്യാണമായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടിക്കാണ്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ മാനുക്കാക്കാൻ്റെ വണ്ടി ഇന്ന് കിട്ടിയല്ലേ, കുട്ടികൾക്ക് കൊടുക്കലും പോകണം പറഞ്ഞുകൊണ്ട് നേരം വെളുത്തപ്പോഴേ കരച്ചിൽ തുടങ്ങിയിരുന്നു കേട്ടോ. പിന്നെ ഇച്ചു വണ്ടി ഇങ്ങോട്ട് ചിറ്റത്താറന്ന് ഇങ്ങോട്ട് തിരിച്ചപ്പോൾ അതിന് കരയിൽ തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ കാക്കു പറഞ്ഞു പോത്തും കുട്ടിക്ക് ലേസം പുല്ലിട്ട് കാണുന്നാൽ നമുക്ക് കോട്ടക്കുന്നുമൊക്കെ പോകാറുണ്ട് കണ്ട് അങ്ങോട്ടാണ് വിട്ടു കേട്ടോ വണ്ടി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും.